ഇ-ലേൺ നവോദയയിലേക്ക് ഏവർക്കും സ്വാഗതം. നവോദയ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വിളിച്ചത് നിങ്ങൾ ഏവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്നത് നവോദയ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളും അതിലുപരി അവരുടെ രക്ഷകർത്താക്കളുമാണ് എന്ന് ഞാൻ ഉറപ്പുവരുത്തിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 29 അവസാനത്തെ ഡേറ്റ്. ഡിസംബർ 13 ശനിയാഴ്ച 11:30 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരീക്ഷയുണ്ടാകുമെന്ന് ഏവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നവോദയ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടുന്നത്, സൈറ്റിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നവോദയ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അയക്കണം. സൈറ്റൊക്കെ ബിസിയായി വരുന്ന സമയമാണ്. അപ്പോൾ ആരും കാലതാമസം കൂടാതെ തന്നെ അയക്കാൻ ശ്രദ്ധിക്കുക, വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നു. എൻ്റെ പേര് വിനീത്. എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ നമ്മളൊരു നവോദയ വിദ്യാലയമൊക്കെ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നവോദയ വിദ്യാലയത്തിലെ 6ാം ക്ലാസ് യോഗ്യതാ മാനദണ്ഡം. അതായത് നിലവിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് 6ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാൻ, നവോദയ സ്കൂളിലെ 6ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാൻ എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടുന്നത്, അവരെങ്ങനെയാണ് എലിജിബിൾ ആകുന്നത് നോക്കാം. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് താമസ സ്ഥലം. നവോദയ വിദ്യാലയം സ്ഥാപിതമായ ജില്ലയിൽ താമസിക്കുന്നവർ മാത്രമാണ് അപേക്ഷിക്കുവാൻ അർഹതയുള്ളവർ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ. തിരുവനന്തപുരം ജില്ലയിലെ നവോദയ വിദ്യാലയത്തിലേക്കായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുക. അല്ലെങ്കിൽ കൊല്ലം ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നവോദയ വിദ്യാലയത്തിലേക്കായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ കിടക്കുന്ന ഒരാൾ കാസർഗോഡ് ജില്ലയിലേക്കോ പത്തനംതിട്ട ജില്ലയിലേക്കോ അപേക്ഷിക്കുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് ആ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നവോദയ വിദ്യാലയത്തിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ കഴിയുന്നത്. അടുത്ത എന്താണെന്ന് നോക്കാം. പ്രായപരിധിയാണ് പറയുന്നത്. അപേക്ഷകർ 2014 മെയ് 1 2016 ജൂലൈ 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം. നോക്കിക്കേ, അത് പ്രത്യേകം ഓർത്തു വെക്കണം. അപേക്ഷകര് 2014 മെയ് 1 2016 ജൂലൈ 31 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇത് വളരെയധികം ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉറപ്പ് വരുത്തി കഴിഞ്ഞ ശേഷം മാത്രമാണ് അപ്ലൈ ചെയ്യാവൂ. അടുത്ത പോയിന്റ് എന്താണ് നോക്കിയേ, വിദ്യാഭ്യാസ യോഗ്യതയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, 5ാം ക്ലാസ്സിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് 6ാം ക്ലാസ്സിലേക്കാണ് നവോദയ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ എൻട്രൻസ് എക്സാം എഴുതി പാസ്സായി പ്രവേശിക്കുന്നത് 6ാം ക്ലാസ്സിലേക്കാണ് നമുക്കറിയാം. നോക്കിയേ, 2025-26 അധ്യയന വർഷത്തിൽ അപേക്ഷകർ സർക്കാർ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കണം. നിങ്ങൾ നവോദയ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടിയെ തയ്യാറെടുപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നവോദയ സ്കൂളിലേക്ക് പ്രവേശനത്തിന് വേണ്ടി നിങ്ങളുടെ കുട്ടിക്ക് തയ്യാറെടുക്കുന്നുണ്ട്, അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ കുട്ടി നിലവിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം. ഒന്നില്ലെങ്കിൽ സർക്കാർ സ്കൂളോ സർക്കാർ അംഗീകൃത എയ്ഡഡ് സ്കൂളുകളാകാം, മറ്റു സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളാകാം. CBSE സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട, സംശയം വേണ്ട, അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം സർക്കാർ സ്കൂളുകളിലോ സർക്കാർ അംഗീകൃത സ്കൂളുകളിലോ നിലവിൽ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നവോദയ വിദ്യാലയത്തിലേക്കുള്ള എൻട്രൻസിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കിയേ, 2025 ജൂലൈ 31 അതിനു മുമ്പോ 5ാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടില്ലെങ്കിൽ സ്ഥാനാർത്ഥി അപേക്ഷിക്കുവാൻ യോഗ്യനല്ല. അപ്പോൾ നിലവിൽ 5ാം ക്ലാസ്സിലല്ല പഠിക്കുന്നതെങ്കിൽ എന്തില്ല, അപേക്ഷിക്കുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കേ, ഒരു ഉദ്യോഗാർത്ഥി മുൻപ് JNVST ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് ആണ് JNVST എന്ന് പറയുന്നത്. ആ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതും പരീക്ഷ എഴുതുവാൻ സാധിക്കില്ല. അതായത് ഒരിക്കൽ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ നവോദയ വിദ്യാലയ പ്രവേശന പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പരീക്ഷ വീണ്ടും എഴുതുവാൻ സാധിക്കില്ല.
ഒരിക്കൽ 5ാം ക്ലാസ്സിൽ എഴുതി വീണ്ടും 6ാം ക്ലാസ്സിലേക്കുള്ള ആ പരീക്ഷ എൻട്രൻസ് എക്സാമിനേഷൻ വീണ്ടും എഴുതാൻ സാധിക്കില്ല. പിന്നീട് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലേക്കോ 11ാം ക്ലാസ്സിലേക്കോ അപേക്ഷിക്കാനേ സാധിക്കൂ. വീണ്ടും 6ാം ക്ലാസ്സിലേക്കുള്ള നവോദയ എക്സാമിന് അപേക്ഷിക്കുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അടുത്ത പോയിന്റ് നോക്കാം. നവോദയ വിദ്യാലയ സെലക്ഷൻ ക്ലാസ് 6 പ്രവേശന ഫോം എങ്ങനെ പൂരിപ്പിക്കാം? എങ്ങനെയാണ് നിങ്ങളുടെ അപേക്ഷ നവോദയ വിദ്യാലയത്തിലേക്കുള്ള അപേക്ഷാ ഫോം എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോം എങ്ങനെ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. രജിസ്റ്റർ ചെയ്ത് നോക്കിക്കേ. സ്ഥാനാർത്ഥിയോ രക്ഷകർത്താവോ NVS അഡ്മിഷൻ പോർട്ടലിൽ പോയി ആവശ്യമായ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അഡ്മിഷൻ പോർട്ടൽ ഉണ്ടാകും. അതിൻ്റെ സൈറ്റ് അഡ്രസ് ഒക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ അഡ്മിഷൻ പോർട്ടലിൽ എന്തൊക്കെയാണോ വിവരങ്ങൾ നൽകേണ്ടുന്നത്, കുട്ടിയുടെ ആധാർ നമ്പർ ഉൾപ്പെടെ എന്തൊക്കെ വിവരങ്ങൾ നൽകണമോ ആ വിവരങ്ങളെല്ലാം നൽകിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്ത അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്ന എങ്ങനെ നോക്കിക്കേ. രജിസ്ട്രേഷൻ സമയത്ത് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ID ഉണ്ടാകും, ഒരു പാസ്വേഡ് ഉണ്ടാകും, ഇതുപയോഗിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അതുപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ലോഗിൻ ചെയ്യണം എന്ന് പറയുന്നു. അതിനുശേഷം വ്യക്തിഗത വിവരങ്ങളും മറ്റു വിശദാംശങ്ങളും അടങ്ങിയ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള രേഖകൾ അറ്റാച്ച് ചെയ്ത് അയക്കണം. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പോൾ സൈൻ ചെയ്ത് വാങ്ങിക്കാനുണ്ടാവും. അപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് വേണ്ടുന്ന എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആപ്ലിക്കേഷൻ അയക്കണം, അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അയക്കണമെന്നാണ് പറയുന്നത്. അടുത്ത നോക്കിക്കേ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറയുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ അയക്കേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓർത്തു വെക്കുക. ആപ്ലിക്കേഷൻ അയക്കേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 29ാം തീയതിയാണ്. ജൂലൈ മാസം 29ാം തീയതിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഒട്ടും മറന്നു പോകാതെ, ഒട്ടും താമസം വരുത്താതെ നേരത്തെ കൂട്ടി ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് അയക്കുക. അതിന് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അത് വാങ്ങിക്കാനുള്ള സമയം കൂടിയാണിത്. എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടുന്ന എല്ലാ ഡോക്യുമെന്റുമായിട്ട് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ അയച്ചിരിക്കുക. നോക്കിയ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പ്രോസ്പെക്ടസിൽ നവോദയ എക്സാമിനേഷന്റെ പ്രോസ്പെക്ടസ് ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസംബർ 13ാം തീയതിയാണ്. ഡിസംബർ 13 ശനിയാഴ്ചയാണ്. 2025 ഡിസംബർ 13ാം തീയതിയാണ്, ശനിയാഴ്ചയാണ്. രാവിലെ 11:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. എക്സാമിനേഷന്റെ ടൈം എന്ന് പറയുന്നത് മൊത്തത്തിൽ 2 മണിക്കൂർ സമയമുണ്ടായിരിക്കും പരീക്ഷ. മനസ്സിലാവുന്നുണ്ടോ? 2 മണിക്കൂർ കൃത്യമായിട്ട് പരീക്ഷ നടക്കും. അടുത്ത വെബ്സൈറ്റ് ഇതോർത്ത് നോക്കാം. www.navodaya.gov.in നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സാണ്. ഇതുവഴി അയക്കാൻ ശ്രമിക്കുക. navodaya.gov.in. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയെ പറ്റിയിട്ടാണ്. എക്സാമിനേഷൻ പരീക്ഷയെ പറ്റി വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നോക്കിക്കേ. ദ സെലക്ഷൻ ടെസ്റ്റ് വിൽ ബി ഓഫ് 2 hour ഡ്യൂറേഷൻ ഫ്രം 11:30 AM to 1:30 PM. അതായത് പരീക്ഷയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മണിക്കൂറായിരിക്കും. 2 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയായിരിക്കും ഉണ്ടാവുന്നത്. 2025 ഡിസംബർ 13 ശനിയാഴ്ച 11:30 മണിക്ക് തുടങ്ങി 1:30 മണി വരെ ആയിരിക്കും പരീക്ഷ. 2 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത് 3 സെക്ഷനുകളായിട്ടായിരിക്കും പരീക്ഷ നടക്കുന്നത്. ഏതൊക്കെയാണ് താഴോട്ട് പറയുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് കൃത്യമായിട്ട് പറയാം. 3 സെക്ഷനുകളായിട്ടായിരിക്കും നമുക്ക് പരീക്ഷ നടക്കുന്നത്. മൊത്തത്തിലോ 80 ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. 80 ചോദ്യങ്ങളാകെ ഉണ്ടായിരിക്കും. എത്ര മാർക്കിനാണ്? 100 മാർക്ക്. അപ്പൊ 80 ചോദ്യങ്ങൾ, 100 മാർക്ക്, 3 സെക്ഷൻ, 2 മണിക്കൂർ. പരീക്ഷ എന്നാണ്? ഡിസംബർ 13ാം തീയതിയാണ്. 2025 ഡിസംബർ 13. മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെ അറിയിക്കും. ഓക്കെ. ഇനി ഏതൊക്കെ ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഘട്ടം ഏതാണ്? മെന്റൽ എബിലിറ്റിയാണ്. മാനസിക ക്ഷമതാ പരീക്ഷ, മെന്റൽ എബിലിറ്റി. ആകെ ചോദ്യങ്ങൾ എത്രയാണ്? 40 ചോദ്യങ്ങൾ ഉണ്ടാകും. എത്ര മാർക്കായിരിക്കും? അതിൽ നിന്നും 50 മാർക്കായിരിക്കും. അത് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയമോ 1 മണിക്കൂർ അഥവാ 60 മിനിറ്റ് സമയം. അപ്പോൾ 40 ചോദ്യങ്ങളുണ്ടാകും. 50 മാർക്കിനാണ് മെന്റൽ എബിലിറ്റി പരീക്ഷ നടക്കുന്നത്. മെന്റൽ എബിലിറ്റി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന സമയം എത്രയാണ്? 1 മണിക്കൂറാണ്. അടുത്തത് നോക്കിക്കേ. അരിത്മെറ്റിക് ടെസ്റ്റ് അഥവാ ചെറിയ ലഘു ഗണിതം.
അതെന്ന് പറയുന്നത് എത്രയാണ്? 20 ചോദ്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. എത്ര മാർക്കാണെന്ന് നോക്കിക്കേ, 25 മാർക്കിനാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. എത്രയാണ് അതിന്റെ സമയം? 30 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ. അപ്പോൾ ഗണിത പരീക്ഷയാണ്, അരിത്തമെറ്റിക് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 20 ചോദ്യങ്ങള്, 25 മാർക്ക്, 30 മിനിറ്റിന്റെ പരീക്ഷ. അടുത്തത് എന്താണ്? ലാംഗ്വേജ് ടെസ്റ്റ്. ലാംഗ്വേജ് ടെസ്റ്റും 20 ചോദ്യമാണ്, 25 മാർക്കാണ്, അരമണിക്കൂറാണ്. ഈ ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണേ. നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ, മലയാളം ആണെങ്കിൽ അങ്ങനെ. നമ്മൾ പരീക്ഷ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏത് മീഡിയമാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും പരീക്ഷ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ടെസ്റ്റ് മലയാളം ചൂസ് ചെയ്യേണ്ടവർക്ക് മലയാളം എടുക്കാം, ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ആകെ 80 ചോദ്യങ്ങളുണ്ടാകും. 100 മാർക്കിന്റെ പരീക്ഷയായിരിക്കും. 2 മണിക്കൂറായിരിക്കും പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നവോദയയെ പറ്റി അടിസ്ഥാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, രക്ഷകർത്താവട്ടെ കുട്ടിയാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ആദ്യത്തെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനാണ് നവോദയ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പടവുകൾ കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നതാണ്. ഇനി നവോദയ വിദ്യാലയത്തിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ കിട്ടുന്ന പ്രത്യേകതകളെ പറ്റി 1-2 വാക്കുകൾ ഞാൻ പറയാം. അതായത് CBSE സിലബസിലായിരിക്കും നിങ്ങൾ പഠിക്കുവാൻ പോകുന്നത്. രാജ്യം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരൊറ്റ സിലബസിൽ, യുണൈറ്റഡ് ആയിട്ടുള്ള സിലബസ് ആയിട്ടുള്ള CBSE സിലബസിലായിരിക്കും നിങ്ങൾ പഠിക്കുവാൻ പോകുന്നത്. 6 മുതൽ 12ാം ക്ലാസ് വരെ നിങ്ങൾക്ക് നവോദയ സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ 6 മുതൽ 12ാം ക്ലാസ് വരെ സൗജന്യമായിട്ട് നവോദയ വിദ്യാലയത്തിൽ പഠിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭക്ഷണം, താമസം, പാഠപുസ്തകങ്ങൾ, യൂണിഫോം ഇതെല്ലാം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഉയർന്ന നിലവാരത്തിലുള്ള പരീക്ഷകളായ നീറ്റ്, അതേപോലെ തന്നെ JEE എൻട്രൻസ് എക്സാമിനേഷൻ, ഇതിനൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അതും നിങ്ങളുടെ ഈ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് പഠനത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന പാഠ്യേതര വിഷയങ്ങളായിട്ടുള്ള NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റെഡ് ക്രോസ് തുടങ്ങിയ മറ്റനേകം പാഠ്യേതരമായിട്ടുള്ള കാര്യങ്ങളും കൂടി നവോദയ വിദ്യാലയങ്ങളുണ്ട്. നിങ്ങളുടെ ഭാവിയെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഇടുവാനായിട്ട് പറ്റുന്ന ഒരു അവസരമാണ് നവോദയ വിദ്യാലയങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നവോദയ വിദ്യാലയത്തിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേണിനോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാകും, കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ബാച്ച്, റെക്കോർഡഡ് ബാച്ച്, ലൈവ് ബാച്ച് ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കേണ്ടവർ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻട്രൻസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നന്ദി, നമസ്കാരം.